ഹലോ, അപ്പോൾ നമുക്ക് ഇന്ന് ഇൻഡിപെൻഡൻസ് ഡേക്ക് വേണ്ടി ഒരുങ്ങാം. പക്ഷെ ഇന്ന് ഫ്രൈഡേ ആട്ടോ, സാറ്റർഡേ ആണ് ഇൻഡിപെൻഡൻസ് ഡേ വരുന്നത്. ഇവർ കുഞ്ഞുമക്കളായതുകൊണ്ട് ഇവർക്ക് ഇന്നാണ് കേട്ടോ ഇൻഡിപെൻഡൻസ് ഡേ ആഘോഷം. അപ്പോൾ ഫ്രീഡം ഫൈറ്റേഴ്സിൻ്റെ ഏതെങ്കിലും ഒരു ക്യാരക്ടറുടെ വേഷമൊക്കെ വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവർക്ക് ഫാൻസി ഡ്രസ് കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ ക്ലാസ്സിൽ നേരത്തെ എത്തി കേട്ടോ. പിള്ളേരൊക്കെ വന്നിട്ടുണ്ടായിരുന്നല്ലോ. ഞങ്ങളും നേരത്തെ എത്തി. പറ്റാവുന്ന പേരൻസൊക്കെ കാണാൻ വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ എന്തായാലും വീട്ടിൽ വെറുതെ ഇരിക്കില്ല, അപ്പോൾ ഞങ്ങളും പോയി കാണാം. കുട്ടിയുടെ ആദ്യത്തെ പ്രോഗ്രാമും കൂടി അല്ലേ എന്ന് വെച്ചിട്ട് ഞങ്ങൾ പോയി. ടീച്ചർമാരൊക്കെ അവിടെ ഒരുക്കങ്ങൾ തുടങ്ങിയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ കണ്ടില്ലേ, 2 കുട്ടികൾ അവിടെ ടീച്ചർമാരെ ഹെൽപ്പ് ചെയ്യാനായിട്ട് പോയി നിൽക്കണത്. അപ്പോൾ അതൊക്കെ കണ്ടപ്പോഴേ നമ്മുടെ സ്കൂളിലത്തെ കാര്യമായിട്ട് നമുക്ക് ഓർമ്മ വന്നത്. ആനിവേഴ്സറി വന്നാലും അങ്ങനെ എന്ത് പ്രോഗ്രാം വന്നാലും ഇപ്പോൾ ടീച്ചർമാരുടെ പിന്നാലെ നടക്കൂല. സ്റ്റേജിൻ്റെ അവിടെയൊക്കെ ആയിട്ട് ടീച്ചർമാരെ ഹെൽപ്പ് ചെയ്യാനൊന്നും വേണ്ടിയിട്ടല്ല, പീരീഡുകൾ ഇങ്ങനെ പോകാൻ വേണ്ടിയിട്ടാണ്, സമയം ഇങ്ങനെ പോകാൻ വേണ്ടിയിട്ട്. പക്ഷെ അതൊക്കെ ഇങ്ങനെ ഓർമ്മ വന്നിട്ട് അവിടെ ഇങ്ങനെ ഇരുന്നപ്പോൾ കുട്ടികൾ ചാച്ചാജി, അക്കമ്മ ചെറിയൻ, ഇന്ദിരാഗാന്ധി അങ്ങനെ കുറേ വേഷങ്ങളിട്ട് വന്നിട്ടാ. നല്ല രസമുണ്ടായിരുന്നു പിള്ളേരെ കാണാനായിട്ട്. പിള്ളേരെ സ്റ്റേജ് ഫിയർ മാറാനും പിള്ളേർക്ക് എല്ലാത്തിലും ഒരു വാസന വരാനൊക്കെ നല്ലതാട്ടാ ഇങ്ങനൊരു ഐഡിയ. പിന്നെ കുഞ്ഞുമക്കളെ മേയ്ക്കാന്നുള്ള കാര്യം ടീച്ചർമാരെ എളുപ്പമല്ല കേട്ടാ. ഒരാൾ അവിടെ ഇരിക്കാൻ പറഞ്ഞാൽ ഒരാൾ അപ്പുറത്ത് കൂടെ ഓടും, അപ്പുറത്ത് കൂടെ ഓടുന്ന ആളെ പിടിക്കാൻ പോയി ഇപ്പുറത്തെ ആളെ എണീറ്റ് ഓടും. അപ്പോ ഇത്രയും ഈ ദിവസത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കി തങ്ങളുടെ മക്കളെ ഇത്ര ഭംഗിയായിട്ട് അണിയിച്ചൊരുക്കിയ പാരന്റ്സിനോടും ഗ്രാൻഡ് പാരന്റ്സ് ഉണ്ട്, അതുപോലെ അവരുടെ പ്രിയപ്പെട്ടവർ ഓരോരുത്തർക്കും നിങ്ങൾക്ക് ആദ്യമായിട്ട് നന്ദി അർപ്പിക്കുകയാണ്, അഭിനന്ദനം. അങ്ങനെ നമ്മുടെ സിസ്റ്റർ പിള്ളേരിങ്ങനെ ഒരുക്കി വിടുന്ന പാരൻസിനും ഇങ്ങനെ ഒരുങ്ങി വന്ന പിള്ളേർക്കൊക്കെ നല്ല ആശംസകൾ നേർന്നു കേട്ടോ. അങ്ങനെ പിള്ളേർ സ്റ്റേജ് ഫിയർ മാറാനായിട്ട് എന്തെങ്കിലും ഒരു വേർഡ്സ് പറയാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, പഠിപ്പിക്കാനായിട്ട്. അതിന് വേണ്ടിയിട്ടാട്ടോ പിള്ളേരെ ഇങ്ങനെ നിർത്തിക്കുന്നത്. പിള്ളേരൊക്കെ നന്നായി പാർട്ടിസിപ്പേറ്റ് ചെയ്തു കേട്ടോ. സ്റ്റേജ് ഫിയർ ഉള്ള പിള്ളേർക്ക് സ്റ്റേജ് ഫിയർ മാറാനും ഒക്കെ നല്ലൊരു വഴിയാട്ടത്. അപ്പോൾ ഇത്രയ്ക്കുള്ളോട്ടെ എന്നിട്ട് വ്ളോഗ്. ഞാൻ അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. ബായ്.